പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പോയത് വേറെ എവിടെയല്ല, ബേപ്പൂര് തുറമുഖത്താണ്. തുറമുഖത്ത് പോകുമ്പോൾ തന്നെ എനിക്ക് 10 രൂപേൻ്റെ ടിക്കറ്റ് വേണമായിരുന്നു. അതിനുശേഷം ഞാൻ ഉള്ളിലേക്ക് കടന്ന കാഴ്ച നല്ല എന്താ പറയുക, ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. വേറൊന്നുമല്ല, ഒരുപാട് സാധനങ്ങളുമായിട്ട് ഒരു കപ്പൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്, ചില സാധനങ്ങൾ കയറ്റുന്നുണ്ട്. തേങ്ങ, അതേപോലെ സിമെൻറ്റ്, കല്ല്, മണ്ണ്, പൊടി, അതേപോലെ ഒരുപാട് സാധനങ്ങൾ. അത് കണ്ടില്ലേ, കമ്പിയൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഇതൊക്കെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന ഐറ്റംസാണ്. ഇനി അവിടെ കുറേ എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത് നോക്കി വെക്കുന്ന, അതായത് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൻ്റെ നേവൽ ബേസിലുള്ള ആൾക്കാർ, അതേപോലെ ഈ കമ്പി കൊണ്ടുവരുന്ന ആൾക്കാർ, ഒരുപാട് തൊഴിലാളികൾ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ചു. അങ്ങനെ അവർ ദ്വീപിലേക്ക്, ചിലർ 2-3 ആളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ദ്വീപിലേക്ക് സാധനങ്ങൾ കയറ്റി വിടുന്ന ആൾക്കാരാണ്. അവർക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ എത്തുമ്പോഴേ കോണ്ടാക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ ഷിപ്പിലൊക്കെ വേറെ തന്നെ ആൾക്കാരായിരിക്കും, അവരാണ് അത് ഹാൻഡിൽ ചെയ്യുക. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് അവർ മറ്റുള്ളവരിലായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പം അത്രമാത്രം സുരക്ഷയുള്ള എന്താ പറയുക ഒരു തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം. നമുക്കവിടെ പോകണമെങ്കിൽ തന്നെ കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയിട്ട് ചിലതൊക്കെ നമുക്ക് കാണിക്കാനും വരെ പറ്റും. അത്രമാത്രം സ്ട്രിക്റ്റുള്ള ഒരു സംഭവമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു ഇതാണല്ലോ ബേപ്പൂര് ഒരു തുറമുഖമാണല്ലോ. അപ്പോൾ ഈ അവിടെ നേവിക്കാരുണ്ടാവും, അതേപോലെ പട്ടാളക്കാരുണ്ടാവും, പലരും ഉണ്ടാവും. ഇന്ന് കുറച്ച് എന്താ പറയുക കപ്പലുള്ള സമയത്ത് ഒരുപാട് കപ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്ന് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കവരത്തിക്ക് പോകുന്ന കപ്പലുണ്ട്. അതേപോലെ കവരത്തി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തിക്ക് പോകുന്ന കപ്പലാണ് ഞാൻ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കപ്പൽ. അതുകൂടാതെ തന്നെ ഒരുപാട് എന്താ പറയുക, നിങ്ങൾ കണ്ടില്ലേ, ഇത് അവിടെ തൊഴിലാളികൾ ഇരിക്കുന്ന സ്ഥലവും, അതേപോലെ അവർ വിശ്രമിക്കുകയാണ് ഒരുപാട് വർക്ക് ചെയ്ത്. ഞാൻ അതിന് ശേഷം നേരെ തിരിച്ചു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ തിരിച്ചു പോരുകയാണ്.